ഈ കേരളത്തിൽ ഇപ്പോൾ ഒരു $1 മില്യൺ ക്വസ്റ്റ്യൻ ഉള്ളത് BJPക്ക് എത്രത്തോളം സീറ്റുകൾ കിട്ടും എന്നുള്ളതാണ്. പല ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 40 സീറ്റുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു മിഷൻ 40 ആണ് BJP നടപ്പിലാക്കുന്നത്. ആ മിഷൻ 40 നടപ്പിലാകുമ്പോൾ 30,000-ൽ കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ള മണ്ഡലങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ അതെല്ലാം വെറും ഈ പറഞ്ഞ പോലെ യാഥാർത്ഥ്യത്തോട് നിരക്കാത്ത വെറും ഈ തെറ്റായ വാർത്തകളാണ് നമുക്ക് മനസ്സിലായിരിക്കും. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ തൃപ്പൂണിത്തുറ മണ്ഡലം, ആ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ BJPക്ക് അത്യാവശ്യം വോട്ടുള്ള ഒരു മണ്ഡലമായിരുന്നു, ഒരു ഫൈറ്റ് കാഴ്ചവെക്കാൻ കഴിയുന്ന മണ്ഡലമായിരുന്നു. തൃപ്പൂണിത്തുറ നഗരസഭ അവർ പിടിച്ചെടുത്തിട്ടുള്ള ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ പോലും ഒരു സോളിഡ് ആയിട്ടുള്ള വോട്ട് ബേസ് അവർക്ക് കാണിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. പക്ഷേ ഇത്തരം മണ്ഡലങ്ങളിൽ തന്നെ അത് 2020-ക്കൊക്കെ വിട്ടുകൊടുക്കുകയും വളരെ അത്രയൊന്നും അറിയപ്പെടാത്ത പെട്ടെന്ന് ഈ പറയുന്ന പോലെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ച് അഞ്ജലി നായർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ഗൗരവത്തിലാണ് ഇതൊക്കെ BJP കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് സംശയം തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJPക്ക് എത്രത്തോളം സീറ്റുകൾ കിട്ടും എന്നുള്ളതാണ്. BJPക്ക് സീറ്റുകൾ കിട്ടാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നമുക്കറിയാം നേമത്താണ്. നേമത്തും അതുപോലെ തന്നെ വട്ടിയൂർക്കാവിലും ഈ രണ്ട് സ്ഥലങ്ങളിലും 5000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് നേടിയതാണ് നമുക്കറിയാവുന്നതുപോലെ BJPയും NDAയും ഒക്കെ തന്നെ. അതുകൂടാതെ നമുക്കറിയാം കഴക്കൂട്ടം എന്ന് പറയുന്ന മണ്ഡലത്തിലൊക്കെ തന്നെ അവർ വലിയ വിജയം കരസ്ഥമാക്കിയതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നേമത്ത് മാത്രം 60,000-ലധികം വരുന്ന വോട്ടുകൾ സമാഹരിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞിട്ടുണ്ട്. വലിയ വ്യത്യാസം യഥാർത്ഥത്തിൽ BJPയും മറ്റു പാർട്ടികളുമായിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ആ നേമത്ത് ഇത്തവണ V ശിവൻകുട്ടി മത്സരിക്കുമ്പോൾ ജയം അനായാസമാവില്ല എന്നുള്ളതും, അവിടെ ശബരിനാഥ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി വന്ന് മത്സരിക്കുമ്പോൾ സാധാരണ BJPക്ക് കിട്ടിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ഈ കിട്ടിയിട്ടുള്ള നായർ വോട്ടുകളിൽ തന്നെ വലിയ ഭിന്നത ഉണ്ടാകാനും ഒക്കെ സാധ്യതകളുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്നത് BJPക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരേ ഒരു മണ്ഡലം അതാണ്. പക്ഷെ അവിടെ പോലും ശിവൻകുട്ടി മത്സരിക്കുമ്പോൾ ശിവൻകുട്ടി എന്ന് പറയുന്നത് പല സർവേകൾ എടുത്തു നോക്കിയാലും മാതൃഭൂമിയുടെയും ലോക് പോളിൻ്റെയും അതുപോലെ ABPൻ്റെയും അതുപോലെ തന്നെ റിപ്പോർട്ടറിൻ്റെയും ഒക്കെ, അത് പിന്നെ സർവേ എന്ന് വിളിക്കാൻ പറ്റില്ല, പക്ഷെ അത്തരത്തിലുള്ള സർവേകൾ എടുത്തു നോക്കിയാലും ശിവൻകുട്ടിക്ക് വലിയ തോതിലുള്ള ലോക്കൽ ബേസ് അവിടെ ഉണ്ട്. അദ്ദേഹം വളരെ നന്നായി ഇടപഴകുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപ്രഭാവത്തിൽ തന്നെ അദ്ദേഹം അവിടെ നിന്ന് ജയിച്ചു പോകാനാണ് സാധ്യത എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ വളരെ റെയറായിട്ടുള്ള വളരെ റിമോട്ടായിട്ടുള്ള ഒരു ചാൻസ് മാത്രമേ രാജീവ് ചന്ദ്രശേഖരനുള്ളൂ. ഇതാണ് നേമത്ത് സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ വട്ടിയൂർക്കാവിലേക്ക് വരുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയുന്നത് പോലെ അവിടെ മേയർ ബ്രോ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന VK പ്രശാന്താണ് മത്സരിക്കുന്നത്. VK പ്രശാന്തിനെതിരെ ശ്രീലേഖയാണ് മത്സരിക്കാൻ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് 8 നിലയിൽ പൊട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല. ഉറപ്പായിട്ടും തന്നെ VK പ്രശാന്ത് അവിടെ നിന്ന് ജയിക്കും. കാരണം VK പ്രശാന്ത് അത്രത്തോളം ജനകീയനായിട്ടുള്ള ഒരു MLA ആണ്. ഒരു കുഴപ്പവും പറയാനില്ലാത്ത ഒരാളാണ്. തിരുവനന്തപുരം മേയറായിരുന്നപ്പോൾ പോലും വലിയ ഇമേജ് ഉണ്ടാക്കിയ ഒരാളാണ്. ഭാഗ്യത്തിന് അത് ആര്യ രാജേന്ദ്രൻ എന്നെല്ലാം തകർത്ത് കളഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ അവിടെ വട്ടിയൂർക്കാവിൽ ജയിക്കും. പിന്നെ ഉള്ളത് കഴക്കൂട്ടം എന്ന് പറയുന്ന മണ്ഡലത്തിലാണ്. ഈ കഴക്കൂട്ടം മണ്ഡലത്തിലൊക്കെ തന്നെ നമുക്കറിയാം ഇപ്പോൾ ശരത്ചന്ദ്ര പ്രസാദാണ് ശരത്ചന്ദ്ര പ്രസാദാണ് അവിടെ മത്സരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടി ഓളം ഉണ്ടാക്കാൻ കഴിയും. സോ V മുരളീധരന് പഴയ വോട്ടുകൾ കിട്ടും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുമ്പോൾ V മുരളീധരന് അവിടെ വോട്ടുകൾ കിട്ടിയില്ലെങ്കിൽ പിന്നെ യഥാർത്ഥത്തിൽ കേരളം മുഴുവൻ വലിയ കുറച്ച് ചീത്തപ്പേരൊക്കെ ഉണ്ടെങ്കിൽ പോലും കടകംപള്ളി സുരേന്ദ്രൻ അവിടെ ഈസിലി ജയിച്ചു പോകും എന്ന ആളുകൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അതിൻ്റേതായിട്ടുള്ള ചില കമ്മ്യൂണിറ്റി വൈസും ആയിട്ടുള്ള കോമ്പിനേഷൻസ് ഒക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെ ഈ 3 മണ്ഡലങ്ങളിലുള്ള പ്രതീക്ഷകൾ ഏതാണ്ട് കുറവാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ BJP നമുക്ക് എടുത്തു വെക്കാൻ കഴിയുന്നത് പാലക്കാടാണ്. പാലക്കാട് ഇത്തവണ ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം UDFിലേക്ക് പോകുമായിരുന്ന നിരവധി വോട്ടുകൾ LDFിലേക്ക് പിടിക്കുകയും പക്ഷേ LDF അത്തരത്തിലുള്ള ഒരു വോട്ട് പെർസെൻറ്റേജ് ജയിക്കാനുള്ള വോട്ടിലേക്ക് എത്താതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി സാധ്യതയുള്ള ഒരു മണ്ഡലം ശോഭാ സുരേന്ദ്രൻ്റെതാണ്. പിന്നെ ശോഭാ സുരേന്ദ്രൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡുകൾ പരിശോധിച്ചാൽ എല്ലാ മണ്ഡലങ്ങളിലും തന്നെ അവർ വന്നിട്ട് വലിയ തോതിലുള്ള വോട്ട് ഉയർത്തിയിട്ടുണ്ട്. പാലക്കാട് എത്രത്തോളം ഇത്തവണ സാധ്യമാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അവിടുത്തെ പാർട്ടി തന്നെ അവരോടൊപ്പം നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിന് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ അവർ നേരിടാൻ പോകുന്നൊരു കാര്യമാണ്. 40,000 വോട്ടുകളൊക്കെ അവർ ഉറപ്പായിട്ടും പിടിച്ചേക്കാം. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഒരു 50-55,000 വോട്ടുകൾ പിടിച്ചാൽ മാത്രമേ ജയിക്കാൻ കഴിയൂ. ആ വോട്ടുകളിലേക്ക് അവർ എത്താനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
പിന്നെ വിചാരിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മഞ്ചേശ്വരം എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ 5 മണ്ഡലങ്ങളിൽ മാത്രമേ വലിയ തോതിലുള്ള മത്സരമെങ്കിലും BJPക്ക് കാഴ്ചവെക്കാൻ കഴിയൂ. ആ മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ ജയിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് റിമോട്ടായിട്ടുള്ള ചാൻസ് ഉണ്ട്. ആ ചാൻസ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവിടെ SDPIയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്. SDPIക്ക് ഏതാണ്ട് 5000-നും 7000-നും 8000-നും ഒക്കെ അടക്കമുള്ള വോട്ടുകളുണ്ട്. ആ വോട്ടുകൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ UDFനൊക്കെ ലഭിച്ച വോട്ടുകളാണ്. ആ AKM അഷ്റഫിന് ലഭിച്ചിട്ടുള്ള വോട്ടുകൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ 2% വോട്ടുകൾ കഴിഞ്ഞ തവണ അവിടെ കുറഞ്ഞിരുന്നു. ആ വോട്ടുകളിൽ വലിയൊരു കുറവുണ്ടായാൽ സ്വാഭാവികമായിട്ടും അത് കെ സുരേന്ദ്രന് വലിയ ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല. അപ്പോൾ അത്തരത്തിലുള്ള ചില വളരെ അപൂർവ ചില സാധ്യതകളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മാതൃഭൂമിയുടെയൊക്കെ സർവേകളിൽ ചൂണ്ടിക്കാണിച്ച പോലെ 0 മുതൽ 2 വരെ ആകാം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് BJP ഇത്തവണയും 0-ൽ തന്നെ ഒതുങ്ങാനാണ് സാധ്യത. വളരെ അപൂർവമായി ഇതിലേതെങ്കിലും മണ്ഡലത്തിൽ ഒരു ബൈ ചാൻസിന് രക്ഷപ്പെട്ടാൽ ചിലപ്പോൾ 1-ലേക്ക് ഒതുങ്ങിയേക്കാം. ഇനി 1-ലേക്ക് ഒതുങ്ങുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് ജയിക്കുന്നത് ശോഭാ സുരേന്ദ്രനോ അല്ലെങ്കിൽ കെ സുരേന്ദ്രനോ ഒക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും BJPയുടെ വളർച്ചയെ ഒരുപാട് സഹായിക്കും. പക്ഷേ രാജീവ് ചന്ദ്രശേഖരനാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു വളർച്ചയെ സഹായിക്കാൻ പോകുന്നില്ല. കാരണം കേരള പൊളിറ്റിക്സിൽ അദ്ദേഹത്തിൻ്റെതായ സംഭാഷണവും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ കാര്യങ്ങളും കൊണ്ട് BJPക്ക് വലിയ നേട്ടമൊന്നും ഉണ്ടാകില്ല. കൂടാതെ അത് BJPയെ ഒന്നുകൂടി താഴോട്ട് ആക്കാനാണ് സാധ്യത. കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് സുരേഷ് ഗോപി ജയിച്ചപ്പോഴും 2024 തെരഞ്ഞെടുപ്പ് ഞാൻ പ്രവചിക്കാൻ വേണ്ടിയിരിക്കുമ്പോൾ ഞാൻ വളരെ കൃത്യമായി പ്രവചിച്ച ഒരാളാണ്. പ്രവചിക്കാൻ വേണ്ടിയിരിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു സുരേഷ് ഗോപി ജയിക്കാൻ സാധ്യതയില്ല, പക്ഷേ ഇൻ കേസ് ജയിച്ചാൽ അത് BJPക്ക് വലിയ തിരിച്ചടിയായി മാറും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഏതാണ്ട് ഇപ്പോൾ അതുപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ മത്സരിച്ച് ജയിച്ചാലും വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത്ര വലിയ ചേഞ്ചസ് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിലും അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിലും ഒക്കെ തന്നെ കൊണ്ടുവരാൻ കഴിയണം. അദ്ദേഹം വിഷണറി ആയിട്ടുള്ളൊരു നേതാവാണ്, കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളാണ്. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പലപ്പോഴും കേരള രാഷ്ട്രീയത്തിലെ ഇടപെടലുകൾ നമ്മുടെ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവരോ ഒക്കെ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല. അതുകൊണ്ട് തന്നെ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇത്തവണ BJP ഇത്തവണയും കൂടി 0 ആയാലും നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല.